ഇനിയാണ് രാമോജി ഫിലിം സിറ്റിയിൽ യൂറോപ്യൻ കൺട്രി സെറ്റിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. നോക്കൂ, ഇത് യൂറോപ്പ് സ്ട്രീറ്റ് ആണ്. നമ്മൾ പെട്ടെന്ന് യൂറോപ്പിലെത്തിയ പോലെ ഒരു ഫീലിംഗ്. എന്ത് ഭംഗിയായിട്ടാണ് സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതൊന്നും യഥാർത്ഥ വീടുകളല്ല, വെറും കടലാസ് കൊണ്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ അതുപോലെയുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, അത്യാവശ്യം കുറച്ച് സ്റ്റേബിൾ ആവാനുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, എന്നാലും അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ്. ഇനി നമ്മൾ ഇത് ലൈവായിട്ട് എങ്ങനെയാണ് ആനിമേഷൻ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ്, സിനിമാസ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നതാണ്. നമ്മൾ ചുമ്മാ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ, കണ്ടോ? ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ യൂറോപ്പിലെ ഒരു ബ്രിഡ്ജിനകത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെയാണ് സിനിമയുടെ മാജിക്. ഇത് ലൈവ് പെർഫോമൻസിലൂടെ നമുക്ക് കാണിച്ചു തരാണ്. കണ്ടോ, നമ്മൾ നിൽക്കുന്നത് ചുമ്മാ ഒരു പച്ച ഒരു പ്ലാറ്റ്ഫോമിലാണെങ്കിലും കാണുന്നത് ഇങ്ങനെയാണ്. വീണ്ടും യൂറോപ്പിലെ വീതികളിലൂടെ നമ്മൾ പോവുകയാണ്. ഒത്തിരി ഭംഗിയുള്ള സ്ഥലങ്ങൾ, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ ആളുകൾ, സഞ്ചാരികൾ മത്സരിക്കുന്ന ഒരു ദൃശ്യം നമുക്കവിടെ കാണാൻ പറ്റും. എവിടെ നിന്നാലും നമുക്ക് ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും തോന്നും. കാരണം വലിയൊരു ലോറിയിൽ നമ്മുടെ പുറകിൽ ഒരു മ്യൂസിക് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ പാട്ട് കേട്ട് പലരും അവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. അത്രയും ഭംഗിയുള്ള ഒരു യൂറോപ്പ് സ്ട്രീറ്റ് ആണ്. ആ വണ്ടിയാണ് നിൽക്കുന്നത്, പാട്ട് വണ്ടിയാണ് നമ്മുടെ പുറകെ വരുന്നത് കേട്ടോ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഉദ്യാനങ്ങളാണ്. ഇത് ജാപ്പനീസ് ഗാർഡൻ എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹവാ മഹലിൻ്റെ ഒരു മാതൃകയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ബസ് നമ്മളെ ഈ സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നു. ഇവിടെയുള്ള ഭംഗിയുള്ള ഗാർഡൻ, സാങ്ച്വറി ഗാർഡൻ ഉണ്ട്. അതുപോലെ ഇത് ജാപ്പനീസ് ഗാർഡൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ നമുക്ക് ഇരിക്കാനും എൻജോയ് ചെയ്യാനും കളിക്കാനും ഒക്കെ. അതുപോലെ ലോൺ എത്ര ഭംഗിയായിട്ടാണ്, വൃത്തിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ഇല പോലും വീഴാതെ, ഒരു ചവറ് പോലും വീഴാതെ. സഞ്ചാരികളും അതുപോലെ അത് സൂക്ഷിക്കുവാൻ മത്സരിക്കുന്ന കാഴ്ച നമുക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും. വലിയ പാറക്കെട്ടുകളാണ് ഹൈദരാബാദിൻ്റെ വേറൊരു പ്രത്യേകത. ഈ പാറക്കെട്ടുകളിലൂടെ കുറേ എല്ലാം നാച്ചുറലാണ്, അതെല്ലാം ഭംഗിയായി അത് ചെത്തി മിനുക്കി അതിൽ ചെടികളെല്ലാം വളർത്തി മരങ്ങളെല്ലാം നന്നായി സൂക്ഷിച്ച് എത്ര ഭംഗിയായിട്ടാണ് ഓരോ ഗാർഡനും അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ഒരിക്കലും തീർന്നു പോകരുതേ എന്ന് നമ്മൾ കരുതുന്ന കാഴ്ചകൾ. ഇത് ഹവാ മഹൽ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും താഴോട്ട് നോക്കുമ്പോൾ രാമോജി ഫിലിം സിറ്റിയുടെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരു വലിയൊരു ഏരിയ എടുത്ത് അതിനെ മനുഷ്യനിർമ്മിതമായ ഒരു അത്ഭുതമാക്കി മാറ്റിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന സിനിമ എന്ന മായാലോകത്തിൻ്റെ പുറം കാഴ്ചകൾ നമ്മളെ ശരിക്കും വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണും. ഇത് ജാപ്പനീസ് ഗാർഡൻ്റെ ഭാഗമാണ്. അപ്പോൾ ജാപ്പനീസ് ഐറ്റംസ് അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു അരുവിയാണ്, വളരെ തെളിഞ്ഞ ഒരു ജലാശയം. ഇവിടെ നമുക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇവിടെ ഇരിക്കാനോ കളിക്കാനോ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനോ വളരെ സേഫാണ്. കുട്ടികളും മുതിർന്നവരും ഒക്കെ ആ ജലാശയത്തിനരികെ ആ ഒരു ഭംഗിയും ആ ഒരു കുളിർമയും ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഓരോരോ ബസ്സുകളിലായി ഓരോ മിനിറ്റിലും ആളുകളെ കൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വന്ന ബസ്സിൽ തന്നെ തിരിച്ചു പോകണമെന്ന് നിർബന്ധമില്ല. നമുക്ക് കിട്ടുന്ന ഏത് ബസ്സിലും കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാവുന്നതാണ്. അതുപോലെ ഓരോ സ്റ്റേഷനുകളിലും നമുക്ക് നമ്മളെ സഹായിക്കാനായിട്ട് ഗാർഡുകളുണ്ട്, നമുക്ക് കംഫർട്ട് സ്റ്റേഷൻസ് ഉണ്ട്, നമുക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും അവിടെ ലഭിക്കും. ഇത് ബട്ടർഫ്ലൈ ഗാർഡൻ ആണ്. ഇതിനകത്ത് നിറയെ പൂമ്പാറ്റകളാണ്, പൂക്കളും പൂമ്പാറ്റകളും മാത്രം. അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് ഇതിനകത്ത്. പല വർണ്ണത്തിലും പല ഭംഗിയിലുമുള്ള പല പൂമ്പാറ്റകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് പക്ഷികളുടെ ഒരു സംഗീതത്തിലേക്കാണ്. വലിയൊരു ഏരിയ മുഴുവൻ നിറയെ നമ്മൾ ഇതുവരെ കാണാത്ത പലതരത്തിലുള്ള പക്ഷികൾ. അവയെ പലതിനും തുറന്നു വിട്ടിരിക്കുകയാണ്. ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. മുകളിൽ നെറ്റ് അടിച്ചിട്ടുണ്ട്, സൈഡിൽ നെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വാട്ടർഫോളും, നമ്മൾ ഗൾഫ് കൺട്രീസിലൊക്കെ മാൻമെയ്ഡ് ആയിട്ട് കാണുന്ന ഒരു വാട്ടർഫോൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. പല അതിശയിപ്പിക്കുന്ന പക്ഷികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ബോൺസായി ഗാർഡനിലേക്ക് പോവുകയാണ്. അതായത് വലിയ മരങ്ങളെ ചട്ടികളിൽ വളർത്തി അങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മൾ കുഞ്ഞു ചെടി കാണുന്നത് പോലെ വലിയ ചെടികളെ, മരങ്ങളെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന കാഴ്ച കാണാൻ പറ്റും.
അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് വരുമ്പോൾ വേറൊരു അതിശയകരമായ കാഴ്ച, 3 സന്യാസിമാർ ഇങ്ങനെ മുകളിൽ ഇരിക്കുകയാണ്. ഇതെങ്ങനെയാണെന്നുള്ള അറിയില്ല. സിനിമയുടെ മായക്കാഴ്ച കണ്ടുവന്ന് ഈ അതിശയിപ്പിക്കുന്ന കാഴ്ചയോടുകൂടിയാണ് രാമോജി ഫിലിം സിറ്റിയുടെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്നത്. കുറേ ഭാഗങ്ങൾ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു പോയി. കാരണം നമ്മളെക്കൊണ്ട് നടന്നെത്താവുന്ന, കണ്ട് അവസാനിപ്പിക്കാൻ പറ്റാത്ത അത്ര കാഴ്ചകളാണ്. വെറും 1800 രൂപ ഒരാളിൽ നിന്ന് വാങ്ങിയതിന് ശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ കാർണിവൽ നടക്കുന്നുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ അവിടെ കാർണിവലിനും കൂടി സംബന്ധിച്ച് പോകാമായിരുന്നു. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് 6 മണിയായി നമ്മൾ ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ ബസ്സുകൾ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ബസ്സുകളിൽ കയറുന്നു, നമ്മൾ ആ കൊണ്ടുപോയ സ്ഥലത്ത് തന്നെ ഇറക്കുന്നു. അങ്ങനെ രാമോജി ഫിലിം സിറ്റിയുടെ വീണ്ടും ആ ഒരു എൻട്രൻസിലേക്ക് നമ്മൾ വന്ന് ആളുകൾക്ക് ഇനിയും ഫോട്ടോ എടുത്ത് മതിയായില്ല എന്ന് തോന്നും. വീണ്ടും ആളുകൾ ഫോട്ടോ എടുക്കാനായി തിക്കും തിരക്കും കൂട്ടുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ രാമോജി ഫിലിം സിറ്റിയിൽ നിന്ന് പുറത്തേക്ക്.